അപ്പോൾ സകല സാധനം കെട്ടിപ്പറക്കിയിട്ട് നമ്മൾ പുതിയൊരു യാത്ര പോവാണ്. അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു അടിപൊളി സ്ഥലത്തേക്ക് നമ്മൾ 6 ദിവസത്തെ ഒരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ സുലുവിൻ്റെ വായനക്കുള്ള ഏറ്റവും വലിയ ഹോബി ആയിട്ടുള്ള ബുക്ക് അവൾ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതൊരു സ്പെഷ്യൽ യാത്രയായിട്ട് കണക്കൂട്ടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാതൊരു പ്ലാനിങ്ങും, അതായത് നമ്മളെ സ്റ്റേൻ്റെ ഒരു പ്ലാനിങ് ചെയ്യാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പാനെ കണ്ട് സമ്മതം ചോദിച്ചിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ മഞ്ചേരിയിൽ കോടതിയിൽ പോയിട്ട് ഉപ്പാനെ കണ്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര തുടരാമെന്ന് പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങിട്ടോ. നമ്മൾ വൈകിട്ട് 4 മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ ഇത്രയും മണിക്കൂർ നമുക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാലടിയിൽ ഒരു അടിപൊളി സ്റ്റേ നമ്മൾ എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റഹ്നാഫും അവൻ്റെ ഫാമിലിയാണ് നമ്മളെ കൂടെ ഉള്ളത് കേട്ടോ. ഈ ഒരു സ്റ്റേ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു കാരണം എന്താ പറയുക, നമ്മൾ യാത്ര പോണ സമയത്ത്, അത് ഫാമിലിയായിട്ട് യാത്ര പോണ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റേ കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു യാത്രയിലെ ഒരു കാര്യം. നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേ റൈനാഫ് പറയണ്ടായിരുന്നു കേട്ടോ, ഫാമിലി ആയിട്ടാണ്, കുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് നിർത്തി നല്ല സ്റ്റേ ഒക്കെ എടുത്തിട്ട് യാത്ര പോട്ടോ. ഇതേണ്ടില്ലേ, ലിപ്സ്റ്റിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുലിക്കുട്ടി ക്യാമറയുടെ മുന്നിൽ തന്നെ വരുന്നില്ല. നമുക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാമറയുടെ മുന്നിൽ വരെ ഒരു പേടിയില്ല. അപ്പോൾ ഈ മൂന്നാർ, വാഗമൺ, കുട്ടിക്കാനം, രാമക്കൽമേടുക്കൊക്കെ നമ്മുടെ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് പേര് ലോങ് യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുക അമ്മ റെസിഡൻസി. അപ്പോൾ അടിപൊളി റൂംസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അതിൻ്റെ നമ്പറൊക്കെ, കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ സുലിക്കുട്ടീൻ്റെ ഭരതനാട്യത്തോടു കൂടി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാലടി ടൗണിൽ നമുക്ക് കൊതുകിൻ്റെ കടിയൊന്നും കൊള്ളാതെ ഒരു അടിപൊളി നൈറ്റ് തന്ന അമ്മ റെസിഡൻസിയോട് നമ്മൾ നന്ദി പറഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 3.5 മണിക്കൂറിന് കാലടിയിൽ നിന്ന് കുട്ടിക്കാനത്ത് കിട്ടും. 5 മണിക്ക് ഓളം തന്നിട്ടതാ ടീം വാ. സ്വകാര്യതയിലേക്ക് ഒരു റെഡി ആയി നിൽക്കണല്ലേ. ഒരമ്മ പെറ്റ അളിയന്മാരെന്ന് പറയുന്നു. വളരെ റെയറായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യാത്രകൾ തുടരുകയാണ്. കൂടെ കൂടിക്കോളിട്ടോ.